ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഗംഭീര വീടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കാഞ്ഞൂരാണ്, നമ്മളുടെ കാഞ്ഞൂര് ആലുവ കാലടി റൂട്ടിലാണ് ഈ വീടുള്ളത്. ചൊവ്വര കഴിഞ്ഞ് നമ്മളുടെ ചൊവ്വരയ്ക്കും ശ്രീമൂലധരത്തിനും ഇടയിലായിട്ട് അല്ലമീൻ സ്കൂളിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മളുടെ ഈ വീടുള്ളത്. 1350 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുകളുള്ള ഒരു നല്ല വീട്. ബാക്കിത്തെ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പോകെ അറിയാം. സോ വീണ്ടും റിയൽ എസ്റ്റേറ്റുമായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെയോ നമ്മൾ എന്തെങ്കിലും ബന്ധങ്ങളിലുള്ളവർ പറയുമ്പോൾ മാത്രമാണ് അത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്ത വീടുകളാണെങ്കിലും ഫ്ലാറ്റുകളാണെങ്കിലും എല്ലാം സോൾഡ് ഔട്ടാണ്. ഞാനിപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഇപ്പോൾ ഞാൻ 2ാമത്തെ വീടാണ് അവരുടെ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മുടെ കാഞ്ഞൂർ പാറപ്പുറത്തുള്ളവരാണ്. സോ അവരുടെ 2ാമത്തെ വീടാണ്. ആദ്യത്തെ വീട് ഞാൻ ചെയ്തത് സോൾഡ് ഔട്ടായി. അപ്പോൾ 2ാമത് ഞാൻ ചെയ്യാനും കാരണം ഇവരുടെ ക്വാളിറ്റി നല്ലതാണ്. ഇവർ പക്ക ബിസിനസ്സുകാരാണ്. പക്ഷേ ഇവർ ക്വാളിറ്റിയിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യില്ല. അതിനനുസരിച്ചിട്ടുള്ള വില അവർ പറയുകയും ചെയ്യും. സോ നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ പറയണത് ഒന്നും കേൾക്കണ്ട. സോ നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങൾ നേരെ കിടക്കാം. ഓക്കെ, കമോൺ. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. 1350 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഗംഭീര വീട്. ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ ഒരു നല്ല ഗംഭീര കിണറാണ്. ഞാൻ വന്ന് ഓൾറെഡി നോക്കിയിരുന്നു. നല്ല വെള്ളമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ നല്ല വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളമാണ്. കാരണം പുഴയും കാര്യങ്ങളൊക്കെ അടുത്തുള്ളതുകൊണ്ട് 365 ദിവസം വെള്ളം ഉണ്ടെന്നുള്ളതാണ്. നല്ല രസകരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് എനിക്ക് കാണുമ്പോൾ. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് 2 കാറ് സുഖമായിട്ട് കിടക്കും. നല്ല വീതിയിലുള്ള ഗേറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് കാറ് ഇങ്ങോട്ട് കയറ്റിയിടാം. കിണറിവിടെ ഉള്ളതുകൊണ്ട് കിണറിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ 2 കാറ് സുഖമായിട്ട് കിടക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ചെടികളും പരിപാടികളൊക്കെ വയ്ക്കാം. പിന്നെ ഇതാണ് മൊത്തം കണ്ടില്ലേ, ഇതിൻ്റെ വീതി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു നല്ല അടിപൊളി, ഇങ്ങനൊരു ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് തന്നെയാണ് ഇതുള്ളത്. ഇപ്പോൾ കറക്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്കും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്കുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. 2 സൈഡും എല്ലാം ഫുൾ കംപ്ലീറ്റ് ഇതും മതിലും എല്ലാം പണിത് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ അടുത്തിടയ്ക്കാണ്, ഇപ്പുറത്ത് നല്ല പാടവും ഒക്കെയാണ് ആ സൈഡിലേക്കൊക്കെ ഉള്ളത്. ഇപ്പുറത്തൊക്കെ പ്ലോട്ടുകൾ തന്നെയാണ്. ഇപ്പോൾ കപ്പയൊക്കെ നട്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും പിന്നീടൊരു വീടുകൾ വരും. ഒരുപാട് വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പുതിയ വീടുകൾ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഒക്കെ ഒരു അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ പണി നടക്കുന്നുണ്ട്. സോ ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കയറാം. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല ഫ്രണ്ടിൽ ഗ്രാനൈറ്റ് കാര്യങ്ങൾ ഇട്ടിട്ടുള്ള, അതും ഗ്രിപ്പുള്ളൊരു ഗ്രാനൈറ്റ് തന്നെയാണ് അവരിട്ടിരിക്കുന്നത്. നല്ലൊരു ജനൽ, നല്ല ഓപ്പൺ ജനൽ. നമുക്ക് ഇവിടെ ഒന്ന് ബെല്ലടിക്കുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് നോക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള 2 പാളിയുള്ള നല്ല ഗംഭീര വാതിലുകളാണ്. ഇത് മുഴുവൻ തേക്കാണ് കേട്ടോ. നല്ല തേക്കിൽ ചെയ്തിരിക്കുന്ന കട്ടിലയാണെങ്കിലും വാതിലാണെങ്കിലും സോ സ്ട്രോങ് ആയിരിക്കും. നല്ല 2 പിടിയും ഒക്കെ വെച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ സെറ്റപ്പിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലോക്കും പരിപാടികളും എല്ലാം തന്നെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കയറി വരുമ്പോൾ ഒരു ഡ്രോയിങ് റൂമാണ്. കറക്റ്റ് വെൻറ്റിലേഷനാണ്. അത് ഇവരുടെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഞാൻ 2ാമത്തെ വീടാണ് ചെയ്യുന്നത്. ഈ 2 വീടിനും ഇവരുടെ വെൻറ്റിലേഷൻ പ്ലാനിങ് ഉഗ്രനാണ്. കാരണം അത്ര എയർ സർക്കുലേഷൻ ആണെങ്കിലും വെളിച്ചം വരുന്നതാണെങ്കിലും അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. ഈ ഒരു ചെറിയ ഡ്രോയിങ് റൂമിന് മൊത്തം 3 ജനലുകളാണ് ഉള്ളത്. സോ അത്രയും വെളിച്ചം, വായു സഞ്ചാരം എല്ലാം ഉണ്ടാവും. പ്രോപ്പറായിട്ട് നല്ല മുകളിൽ നല്ലൊരു സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട്. ലൈറ്റ്സുകളും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ സോഫ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ ഇവിടെ TV സെറ്റ് ചെയ്യണവർക്ക് TV സെറ്റ് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ പ്ലാനാണ്. ഞാൻ എൻ്റെ ഐഡിയാസ് പറയണമെന്നേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് നേരെ നല്ല ഭംഗിയായിട്ട് കുറച്ച് ഒരു ഡിവൈഡിങ് കൊടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് സ്റ്റെപ്പ് കയറുന്നതും എല്ലാം നന്നായിട്ടുണ്ട്. ഈ ഡ്രോയിങ് റൂമിൽ നിന്ന് നേരെ വരുന്നത് നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയും ഒരുപാട് ജനലുകളാണ്. എന്തിനാണ് ഇത്ര ജനൽ? ഇവർ നിറയെ വെൻറ്റിലേഷൻ ആവശ്യമുള്ളവരാണ്. ഇവരുടെ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നല്ല ഭംഗിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്യൂബ് ലൈറ്റ് കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. സോ ഇവിടെ നല്ലൊരു വാഷ് ബേസിൻ ഉണ്ട്. എല്ലാം സെറയുടെ ഫിറ്റിങ്സ് ആണ് കേട്ടോ. സെറയാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം നമുക്ക് കാണുമ്പോൾ പറയാം ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം, ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെയും ഇവർ
ക്രോസ് വെന്റിലേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുണ്ട്. AC സെറ്റ് ചെയ്യാനുള്ള പരിപാടികളുണ്ട്, എയർ ഹോൾസ് ഉണ്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല റൂം തന്നെയാണ്. നമ്മളുടെ ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇപ്പുറത്താണെങ്കിലും അതുപോലെ തന്നെ കണ്ടില്ലേ, നല്ല രസകരമായിട്ടുള്ളൊരു വ്യൂവും കാര്യങ്ങളും ഉണ്ട്. പിന്നീട് അവിടെ വീടൊക്കെ വരുമായിരിക്കും, എന്നാൽ പോലും നല്ലൊരു ഭംഗിയുള്ള വീടും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഇതൊരു നമ്മളുടെ ടോയ്ലറ്റ് താഴെയുള്ള എല്ലാം അറ്റാച്ച്ഡാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ നല്ലൊരു ഭംഗിയുള്ളൊരു ഡോറ്, കയറി വരുമ്പോൾ നല്ലൊരു ക്ലോസറ്റ്. ഞാൻ പറഞ്ഞു സെറയുടെ ഫിറ്റിങ്സും പരിപാടികളും തന്നെയാണ്. നല്ല ടൈലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ, അങ്ങനെയുള്ള ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു ഡീസൻറ്റ് ടോയ്ലറ്റ്. ഒരുപാട് വലുതല്ല, പക്ഷേ സ്റ്റാൻഡേർഡ് കൊള്ളാം. നമ്മുടെ എക്സോസ്റ്റിനുള്ള പരിപാടികളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അതൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്, കുറച്ച് വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ ക്രോസ് വെന്റിലേഷനും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല പ്രോപ്പറായിട്ട് കണ്ടില്ലേ, എയർ ഹോൾസും എല്ലാം ചെയ്ത് AC വെക്കാനുള്ളതുണ്ട്. സോ ഇതെല്ലാം ഒരു ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെ. ഇവിടെ അറ്റാച്ച്ഡാണ്. ഇവിടെ ബാത്റൂം വലുതാണെന്ന് പറയാൻ പറ്റില്ല, ഉള്ള സൗകര്യത്തിൽ നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റേ വാട്ടർ ഹീറ്റർ വെക്കണമെങ്കിൽ വയ്ക്കാം. അതിനുള്ള എല്ലാ കണക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ എല്ലാം സെറയുടെ ഫിറ്റിങ്സാണ്. ക്ലോസറ്റ് ആണെങ്കിലും വാഷ് ബേസിനാണെങ്കിലും എല്ലാം. ഈ ഡോറും നല്ല ഭംഗിയുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു നല്ല ഡോറ് തന്നെയാണ്. ഇതും കൊള്ളാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് റൂം വഴി. ഇനി എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കിച്ചൺ കാണുക. കാരണം ലേഡീസിനൊക്കെ ഒരു കിച്ചണായിരിക്കും ഏറ്റവും ഇഷ്ടം. ഈ കിച്ചണിലും ഇവർ ആ വീടിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഒരു വാതിലൊക്കെ കൊടുത്ത് നല്ല ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട്, സോ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാതിലടച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. സോ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. ഒരു നല്ല ഗംഭീര വാഷ് ബേസിൻ, ഇവിടെയും നല്ല വലിയ 3 ജനല് കാര്യങ്ങൾ, അതുപോലെ തന്നെ എയർ ഹോളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട പുറകുവശമാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കണ്ടില്ലേ, ഈ എല്ലാ ഡോറിൻ്റെയും കബോർഡുകളും കാര്യങ്ങളും എല്ലാം ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മളുടെ ഗ്യാസ് പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ്. നൈസ്, എല്ലാം കൊള്ളാം അല്ലേ. ഇതാ പ്ലേറ്റ്സ് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഡീസൻ്റായിട്ട് സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ ഹൈറ്റിലുള്ളതാണ്, ഇത് കാണുന്നുണ്ടോ? ഓക്കെ. സോ അങ്ങനെ ഭംഗിയായിട്ട് തന്നെയാണ്. ഇവിടെ വാതിലുകളും അതുപോലെ തന്നെ നമ്മളുടെ വാതിലിൻ്റെ കട്ടളയും കാര്യങ്ങളെല്ലാം ആഞ്ഞിലിയും പ്ലാവിലുമാണ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും വൃത്തിയായിട്ടും അത്രയും സ്ട്രോങ് ആയിട്ടുമാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകൾ കയറി, ഇതെല്ലാം ഗ്രാനൈറ്റാട്ടോ, ആ ഗ്രിപ്പുള്ളതാണ്. അപ്പോൾ വയസ്സായവർക്കാണെങ്കിലും കയറുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ ഒരു നല്ല ജനല് കാര്യങ്ങൾ കണ്ടില്ലേ, നല്ല വ്യൂ ഒക്കെയുള്ള ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ, നമുക്ക് വേണമെങ്കിൽ ഒരു സോഫയൊക്കെ ഇട്ട് വേണമെങ്കിൽ ഒരു TV ഒക്കെ വെച്ച് നല്ല രസമായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി വേറെ ഒന്നും വേണ്ട, ഒരു ചെറിയ ഹോം തിയേറ്റർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഒരു നല്ല ഐഡിയ ഉള്ളൊരു ഹോം തിയേറ്റർ ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പണിയാൻ പറ്റുന്ന രീതിയിൽ ചതുരത്തിലാണ് കിടക്കണേ. പിന്നെ ഇവിടുത്തെ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇത് ഹെവി ബെഡ്റൂമാണ് കേട്ടോ. ഇതിന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും, നല്ല കാറ്റുമായിരിക്കും, ഉറപ്പാണ്. കണ്ടില്ലേ. സോ ക്രോസ് വെന്റിലേഷൻ ഇവിടെയും നടക്കുന്നുണ്ട്. ഇവിടെ ട്യൂബ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള എയർ വിൻഡോസ് ഉണ്ട്, എയർ ഹോൾസ്. ഇവിടെ ഇത് വലിയ ബാത്റൂമുമാണ്. ഇതൊരു ഗംഭീര ബാത്റൂം, സെറയുടെ ഫിറ്റിങ്സൊക്കെ ആയിട്ട് കണ്ടില്ലേ. നല്ല ടൈല്, നല്ല വലിയ ബാത്റൂം കേട്ടോ. നമ്മുടെ താഴത്തെ 2എണ്ണത്തിൻ്റെയും ക്ഷീണം തീർക്കാൻ വേണ്ടി ഇവിടെ ഒരു വലിയ ബാത്റൂമാണ് ഇവർ ചെയ്തിരിക്കണേ. അടിപൊളി, എന്തായാലും കൊള്ളാം അല്ലേ. അപ്പോൾ ഇതും നന്നായിട്ടുണ്ട്. അപ്പോൾ 3 ബെഡ്റൂമുകളുള്ള ഒരു നല്ല ഒരു വീടാണ്. നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങണ പോലെ തന്നെയാണ്. കണ്ടില്ലേ, അടിപൊളി ഒരു നല്ല ബാൽക്കണി, ഒരു ടെറസ്. ഇവിടെ നല്ല വൃത്തിയായിട്ട് പല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ലൈറ്റ്സും കണ്ടോ, ലൈറ്റ് ഫിറ്റിങ്സൊക്കെ നന്നായിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു നല്ല ലൊക്കേഷനാണ്, കുറേ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള, എന്നാൽ അപ്പുറത്തൊരു പാടമുണ്ട്. ഇതൊക്കെ വീടുകളുള്ള പ്രോപ്പർ പുരയിടമാണേ. നല്ല രസകരമായിട്ടുള്ളൊരു നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഡെവലപ്പ് ആവുന്നൊരു സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ പുറത്തേക്ക് ടെറസുണ്ട്, ആ ടെറസിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, ഇത് നമുക്ക് നമ്മളുടെ തുണികൾ അലക്കിയിടാനും ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം പല രീതിയിൽ. അതൊക്കെ നമ്മളുടേതാണ്. ഇനി വേണമെങ്കിൽ പൂന്തോട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ, പച്ചക്കറിത്തോട്ടം എന്ത് വേണം ചെയ്യാം. അതുപോലെ നമുക്ക് നമ്മളുടെ 3ാമത്തെ നിലയിലേക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഒരു ലാഡറൊക്കെ കൊടുത്തു. സാധാരണ ഈ ലാഡറൊക്കെ എല്ലാവരും പിശിക്കുകയാണ്, ചെറുതായിട്ടൊക്കെയാണ്. ഇത് പക്ഷേ ലാവിഷായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മളുടെ വാട്ടർ ടാങ്ക് ഉള്ളത്. ഇതൊരു നല്ല വലിയൊരു ടെറസ്, നമുക്ക് പച്ചക്കറിത്തോട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല അന്തരീക്ഷമാണ്. കണ്ടില്ലേ, അങ്ങോട്ട് പൈനാപ്പിൾ തോട്ടവും അതുപോലെ കപ്പ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറയെ പാടങ്ങളും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ദൂരെ കാണുന്നതാണ് നമ്മുടെ അല്ലമീൻ സ്കൂള്, +2 വരെ ഉള്ളതാണ്. സോ സ്കൂള് തൊട്ടടുത്തുണ്ട്, CBSE ആണ്. അതെ, അതാണ് റോഡ്. ബസ് പോകണുണ്ടോ, സ്കൂട്ടറുകളൊക്കെ പോകണുണ്ടോ? അതെ, അതാണ് നമ്മളുടെ റോഡ്. അത്രയും ബസ് അവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഇത്രയും ഒരു 50 മീറ്റർ പോലും ഇല്ല, അത്രയും അടുത്തുള്ള ഒരു ഗംഭീര സ്ഥലമാണ് ഈ ഒരു പ്ലോട്ടുള്ളത്. അടിപൊളി വർത്തായിട്ടുള്ള സ്ഥലമാണ്. കാലടി ആണെങ്കിലും ആലുവയാണെങ്കിലും എല്ലാം തൊട്ടടുത്ത്. എവിടെയാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഇവിടെയാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ്റെയൊക്കെ ഓപ്ഷൻസ് എല്ലാം. നിങ്ങൾക്ക് ഡീസൻ്റായിട്ട് ഇവിടെ നല്ലൊരു ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരു പൈപ്പാണെങ്കിലും പൈപ്പിൻ്റെ കണക്ഷനും എല്ലാം ഉണ്ട്. സോ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ച് ഡീസൻ്റായിട്ട് ഇവിടെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി. എല്ലാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ലൈറ്റും നല്ല ഭംഗിയിൽ എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്ന, വളരെ രസകരമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒരു സൂപ്പറായിട്ടുണ്ട്. ഇവരുടെ സെലക്ഷൻ ഒട്ടും മോശമല്ല. യെസ്, അപ്പോൾ നിങ്ങൾ ഈ വീടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അടിപൊളി ഒരു ലൊക്കേഷനിലാണ്. എനിക്ക് ഈ ലൊക്കേഷനാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ചുറ്റും നല്ല വെളിച്ചമുണ്ട്, നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ല കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല പാടങ്ങളും ഒക്കെ ഉള്ള, നിങ്ങൾക്കറിയാം ഈ കാലടി കാഞ്ഞൂര് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇതിൽ തന്നെയാണ് ആ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് എറണാകുളത്തേക്കാണെങ്കിലും ആലുവയ്ക്കൊക്കെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ വളരെ റീച്ചബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇതുള്ളത്. അതും നമുക്ക് കിണർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസവും നല്ല കിണർ വെള്ളമുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഇവിടെ 2018, ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, 2018 ഒരു തുള്ളി വെള്ളം കയറാത്തൊരു പ്ലോട്ടാണ്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അത്രയും നല്ല, ഇതൊരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ ഓൾറെഡി എനിക്ക് തോന്നുന്നു 3-4 വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് വരുന്നു. സോ അത്രയും ഒരു ലക്ഷറി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. സ്കൂളാണെങ്കിൽ തൊട്ടടുത്തുണ്ട്, അല്ലമീൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലമീൻ സ്കൂൾ തൊട്ടടുത്തുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കോളേജുകളാണെങ്കിലും എല്ലാം ഈ സറൗണ്ടിങ്ങിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടുന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് 6 കിലോമീറ്ററേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ജസ്റ്റ് 5 കിലോമീറ്ററേ ഉള്ളൂ. പെരുമ്പാവൂർ തൊട്ടടുത്താണ്. എല്ലാം റീച്ചബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് എറണാകുളത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഈ സ്ഥലത്തേക്ക് വരാം. കാരണം 6 കിലോമീറ്റർ ആലുവയാണ്, അവിടെ നിന്ന് നിസ്സാര ദൂരമുള്ളൂ. മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മെട്രോ കയറി വളരെ ഈസി ആയിട്ട് പോകാം. ബസ് സൗകര്യമുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ കാണിക്കുമെന്ന് നിങ്ങൾ കണ്ടില്ലേ, തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 50 മീറ്റർ ഇല്ല, നടക്കാനുള്ള ദൂരമൊന്നും ഇല്ല, അത്രയും തൊട്ടടുത്ത്. സോ അത്രയും നല്ലൊരു ഗംഭീര 3 ബെഡ്റൂമുകളുള്ള 1350 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഉഗ്രൻ വീട്. ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഈ വീട് ചെയ്യുന്നവർ ചെയ്തിരിക്കുന്നത്. ഞാൻ എനിക്കത് എൻ്റെ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതി, ഞാൻ പറയുന്നതൊന്നും കേൾക്കണ്ട. സോ ഇതിന് ഈ 1350 സ്ക്വയർ ഫീറ്റുള്ള ഇത്രയും ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഈ സ്ഥലത്തിന്, ഈ വീടിന് അവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 56 ലക്ഷം രൂപയാണ്.
56 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഗംഭീരൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ബാക്കിത്തെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് നെഗോഷിയേഷനൊക്കെ നിങ്ങൾക്ക് നേരിട്ടാവാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു വീട്? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഒരു ഭയങ്കര ഒരു കൊട്ടാരം പോലത്തെ വീടല്ലെങ്കിലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുള്ള ഒരു അടിപൊളി വീട്. അതും ലൊക്കേഷൻ ഭയങ്കര മുഖ്യമാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ ഒരു വീടിൻ്റെ വിശേഷമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. ഈ വീടുകൾ പെട്ടെന്ന് വന്ന് കാണുക. ഇത് ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട്. സോ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ചാൻസ് നിങ്ങൾ കളയണ്ട. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നമ്മുടെ പത്രം വായന തുടരും കേട്ടോ. അപ്പോൾ അതും കാണണം, ഇതും കാണണം, എല്ലാം കാണണം. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീട് ആവശ്യം വരും. എത്രയും പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞ് കച്ചവടം നടത്തുക. ഓക്കെ, ബൈ.